ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ എണീച്ച് ഞാൻ വിളക്ക് എത്തിക്കാനായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയുന്നൊരു കാര്യം, സംഗീതയുടെ ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ കുക്കിംഗ് വീഡിയോ ആണെന്നാണ് ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നത്. എന്താ വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം, നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എളുപ്പത്തിൽ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കുറേ ആൾക്കാർ എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ഫുഡിൻ്റെ കാര്യത്തിൽ കുക്കിംഗ് എളുപ്പമാണെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് എളുപ്പത്തിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ പറ്റുന്ന ഫുഡും അല്ലെങ്കിൽ ഒരു ഉപ്പേരി ആയാലും എന്തായാലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് ഞാൻ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എനിക്ക് ഒരുപാട് നേരം അടുക്കളയിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടാൻ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിലും അതിങ്ങനെ കുറേ നേരം നിന്ന് മെനക്കെട്ട പണി ചെയ്യാനൊന്നും ഇഷ്ടമില്ല. എളുപ്പത്തിൽ ചെയ്യണ കാര്യങ്ങളാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ കുളി കഴിഞ്ഞ് വിളക്കെത്തിനകത്ത് നമ്മുടെ ചന്ദനത്തിരി കത്തിനകത്ത് നമ്മുടെ കാർത്തുമ്മ ഉണ്ട്, മൂപ്പർക്ക് വേണം അത് ഇങ്ങനെ പൂജിക്കണം. അതൊക്കെ മൂപ്പരുടെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ മൂപ്പരോട് വന്നപ്പോൾ മൂപ്പരുടെ കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ പൂജിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തതും. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ നേരെ പോണത് അടുക്കളയിലേക്ക് കേട്ടോ. എന്ന് വെച്ചാൽ രാവിലത്തെ ഒരു നേരം എന്ന് വെച്ചാൽ അടുക്കളയിലാണ്. നമ്മൾ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയായിരിക്കില്ല പറയാറ്. എനിക്ക് എന്താണെന്നറിയില്ല, നമുക്കിപ്പോൾ തലേദിവസം എല്ലാം സെറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം മക്കൾക്ക് കൊടുത്തയക്കാം, അങ്ങനെ ചെയ്യണവർ ഒരുപാട്. പക്ഷേ എനിക്ക് എപ്പോഴും ഉണ്ണോട് കൊണ്ടുവന്ന ഫുഡ് അന്നത്തെ ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ചോറ് തിളപ്പിച്ച് ഊറ്റിയത് സ്കൂളിൽ കൊടുത്തേക്കാനൊന്നും ഇഷ്ടമില്ല. ജസ്റ്റ് അവർക്ക് അവിടെ കേടായി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ അത് കേടായി നമുക്കറിയാം. അതുകൊണ്ട് പരമാവധി അവർക്ക് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തേക്കുമ്പോൾ ഫ്രഷായിട്ട് അന്നത്തെ ഫുഡ് ഞാൻ കൊടുത്തേക്കാറ് കേട്ടോ. അപ്പോൾ ചോറ് അരി അടുപ്പത്തിട്ടു ഇറക്കി വെച്ചിട്ട്, ഇത് ഞാൻ പൊന്നിയരി കേട്ടോ, 2 ഗ്ലാസ് പൊന്നിയരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറാട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചോറാണ്. അപ്പോൾ അതിലേക്ക് 2 കുഞ്ഞ് സബോള, ഒരു 4-5 വലിയ തക്കാളി വേണം കേട്ടോ. തക്കാളി ഇന്ത്യയിൽ കുറവായിരുന്നു. 4-5 വലിയൊരു തക്കാളി, 2 ഗ്ലാസ് വെച്ചാൽ കുഞ്ഞ് 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 3 ആൾക്ക് കഴിക്കാൻ പറ്റും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് നമുക്ക് ഇതിലേക്കുള്ള മസാലകളുടെ കൂട്ടാണ് കേട്ടോ. സബോളയും തക്കാളി പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയെല്ലാം അരിഞ്ഞ് വയ്ക്കുക, വേറെ പ്രത്യേകിച്ച് കഷ്ണങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് ആവശ്യം ഇതിലേക്ക് തക്കാളി ചോറിലേക്കുള്ള മസാല ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് വേണ്ടത് ഒരു 4-5 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ടീസ്പൂണത്തോളം ഗരം മസാല പൊടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മളിത് അതിലേക്ക് വെളുത്തുള്ളി ഇടും. അതിന് ശേഷം ഒരു തുണ്ടി ഇഞ്ചി ഇട്ടാൽ അത് നന്നായി കുഞ്ഞിതാക്കി അരിഞ്ഞ് വയ്ക്കുക കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ മിക്സിയിലിട്ട് അരച്ചാൽ നമുക്ക് അരച്ച് കിട്ടില്ല, നല്ല ചാന്ത് പോലെ അരയണം. തരി ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. ചോറിൻ്റെ ഇടയിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഗരം മസാലയോ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ എന്ത് ചെയ്തു, ഒരു പകുതി തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു, ഇതേ ഗരം മസാല പൊടി ഇട്ടു. പിന്നെ നമ്മളിതിലേക്ക് ചെയ്യുന്നത് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അതുകൂടെ ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുള്ളൂ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ കാര്യം ഈ തക്കാളി ചോറിനൊക്കെ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, ഗരം മസാല, പിന്നെ അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുണ്ട് തക്കാളിയും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഒരു ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഓയിൽ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞുതരാട്ടെ, ചിലർക്ക് മനസ്സിലാവണില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എണ്ണ ചൂടിയപ്പോൾ അതിലേക്ക് സബോള ഇട്ടു, പച്ചമുളക് ഇട്ടു, ആ മസാല കൂട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരുമിച്ചാട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഇതൊന്നും സബോള ഒന്നും അങ്ങനെ വാടി മൊരിയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് വെന്ത് കിട്ടുന്നതല്ലേ. അപ്പോൾ ആ മസാലയുടെ ഒരു കുത്ത് സ്മെല്ലില്ലേ, അത് പോകണം. അത് പോയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി നന്നായി വെന്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ വേഗം തക്കാളി വാടി കിട്ടും കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളായിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ മസാല സെറ്റ് ഇത്രയേ വേണ്ട കേട്ടോ. നമ്മുടെ തക്കാളി ചോറ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന തക്കാളി ചോറിനും നമ്മൾ സാധാ റൈസാണ്, നമ്മൾ പൊന്നരി വേണമെന്നില്ല. അല്ലെങ്കിൽ പൊന്നരി ആയാലും ബിരിയാണി അരി ആയാലും ഫ്രൈഡ് റൈസിൻ്റെ അരി ആയാലും വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് രാവിലെ എണീച്ച് മസാല കൂട്ട് ഉണ്ടാക്കിയ നമുക്ക് എളുപ്പത്തിൽ റൈസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ തക്കാളിയുടെ പച്ചകുത്തൊക്കെ മാറി വെന്ത് ഉടഞ്ഞ് വരുന്നതിലേക്ക് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി അതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ്, നമ്മുടെ റൈസ് ഉപ്പിടാണ്ടാണ് വേവിച്ചത്. അപ്പോൾ റൈസിലേക്കുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിൽ മസാല ഇടണം കേട്ടോ.
അല്ലെങ്കിൽ റൈസ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പിടുകയാണെങ്കിൽ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റ് ആയപ്പോൾ നമ്മുടെ റൈസ് ഇത് ഊറ്റി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഉണ്ടോ അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ഏണിച്ച് പോയിട്ട് വേറെ നമ്മുടെ കേബിളിൻ്റെ കാശ് മേടിക്കാൻ നമ്മുടെ ബിജു വന്നതാട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് പോയി. അപ്പോൾ നമ്മളത് റൈസൊക്കെ ഊറ്റി ഞാൻ വേവിച്ചത് നേരെ ഊറ്റിയിട്ട് നേരെ ഇതിലേക്കാണ് കേട്ടോ. കുറച്ച് വെള്ളം മഴ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി, ഉരുളിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റൈസ് കണ്ട ഇങ്ങനെ നമ്മളത് ഏത് റൈസ് നമ്മൾ സാധാ ചോറായാലും റേഷനരി ആയാലും വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. എൻ്റെ ചെറുനാരങ്ങയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. ഇത് കുണുക്ക രാവിലെ കഴിഞ്ഞപ്പോൾ രാത്രി ഉറങ്ങാൻ പറഞ്ഞു അമ്മയ്ക്ക് നാളെ തക്കാളി ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടോ. അപ്പോൾ എത്ര പെട്ടെന്നല്ലേ തക്കാളി ചോറ് റെഡി ചെയ്തപ്പോൾ നമ്മൾ മുന്നോട്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ, അതായത് ഫ്രൈഡ് റൈസിൻ്റെ അതിലേക്ക് വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു മസാല കൂട്ട് രാവിലെ വെച്ച് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല, അറിയാം ഇത്രയും കഷ്ടപ്പാടുള്ളൂ എന്നുള്ളൂ. പക്ഷേ ഈ തക്കാളി ചോറിന് മെയിനായിട്ട് ആവശ്യം നല്ല നാരങ്ങച്ചാറും ഒരു കോഴിമുട്ട പുഴുങ്ങിയതും വേണം കേട്ടോ. എന്നാലാണ് ഈ തക്കാളി ചോറിന് ഒരു പൂർണ്ണത എത്തുള്ളൂ. എനിക്ക് തക്കാളി ചോറ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും തക്കാളി ചോറിൻ്റെ ഒപ്പം കോഴിമുട്ട പുഴുങ്ങിയത് വേണം കേട്ടോ. ഒരു നാരങ്ങച്ചാർ കൂടി സെറ്റായി. അങ്ങനെ നമ്മളതേ കോഴിമുട്ട പുഴുങ്ങിയത് വെച്ചപ്പോൾ നമ്മുടെ തക്കാളി ചോറ് സൂപ്പറായിട്ട് നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ട. ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റാവും കേട്ടോ. അപ്പോൾ ഈ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചോറ് എളുപ്പത്തിലുള്ളത് സൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് അതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊരു 5 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ 5 സെക്കൻഡൊക്കെ വേണ്ടോ. എന്നിട്ട് ഓൾറെഡി ചൂടുള്ള ചോറും മസാല ചൂടാണ്, ആ ഉരുളിയും ചൂടാണ്. അപ്പോൾ ഈ നമ്മൾ ഉണ്ണുകൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലാക്കാനായിട്ട് ആ തക്കാളി ചോറും ഒരു കോഴിമുട്ടയും തരി നാരങ്ങച്ചാറുമാണ് കേട്ടോ. അവർക്ക് സലാഡ് വേണമെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ടമ്മ സലാഡ് വേണ്ട, നാരങ്ങാച്ചാറ് കുറച്ച് തന്നെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നാരങ്ങാച്ചാറ് കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്നാക്സായിട്ട് കൊടുത്തേക്കുന്നത് ഈ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ മാതളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും അവർ കഴിക്കുന്ന ഒരു ഫുഡാണ്. കൂടുതലും എനിക്ക് പറയാം ബേക്കറി ഐറ്റംസ് കൊടുത്തേക്കാൻ ഇഷ്ടം. പക്ഷേ ഗതി കേട്ടാൽ നമ്മൾ കൊടുത്തയക്കുമ്പോൾ ചിലപ്പോൾ പറ്റാറുണ്ട് കേട്ടോ അങ്ങനെ കൊടുത്തേക്ക്. ഇന്നേരം അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. മാവുന്നതും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഈ നാരങ്ങച്ചാറും ഒരു തുണ്ടേശ് ഇട്ട് കൊടുത്തപ്പോൾ രണ്ടാളും ഇന്നലെ ഫുള്ളും കഴിച്ച് അടിപൊളിയായിട്ട് വന്നിട്ട് എന്താ വെച്ചാൽ രണ്ടാൾക്ക് ഇഷ്ടമുള്ള ഫുഡാണെന്ന് എനിക്കറിയാം. അതാണ് നമ്മളവർക്ക് ഉണ്ടാക്കി കൊടുത്തേക്കുമ്പോൾ രണ്ടാളത് കഴിക്കുന്ന ഉറപ്പാണ്. അത് മാത്രമല്ല നമ്മുടെ കാർത്തൂനും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കാർത്തു 2-3 രാവിലെ എണീച്ച ശേഷം ഒരു കോഴിമുട്ടി കുറച്ച് റൈസ് കഴിച്ചു. അങ്ങനെ ഇടയിൽ കുറേശ്ശെ കഴിക്കുന്നുണ്ട്. കാർത്തൂൻ്റെ പാല് കൂടി നിർത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ആ പാൽ കൂടി നിർത്തണ കാരണം കാർത്തു ഇടയ്ക്കിടയ്ക്ക് വിശിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയൊക്കെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ തീർന്നു. ആകെ കുറച്ചല്ലേ ഞാൻ പറഞ്ഞേ, കുറച്ച് ഒരു പിടി കൂടി തന്നെ ഉള്ളൂ. ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ചോദിച്ചു, വീണ്ടും ചോദിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞു പറഞ്ഞപ്പോൾ കുറച്ച് നേരം വാശിയൊക്കെ പിടിച്ചു. കാർത്തൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും കുട്ടികൾക്ക് സ്കൂൾ എടുത്തേക്കുമ്പോൾ ഒരിക്കലും ഇതുണ്ടാക്കി കൊടുത്തിട്ട് ഒന്ന് അഭിപ്രായം പറയാൻ കേട്ടോ. എനിക്ക് തോന്നുന്നത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് തന്നെയാണ് കേട്ടോ, ടൊമാറ്റോ റൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉന്നോട് സ്കൂളൊക്കെ വിട്ടതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ കൂർക്ക ഉപ്പേരിയൊക്കെയാണ് ഈ വർഷത്തെ ആദ്യത്തെ കൂർക്ക കേട്ടോ. കൂർക്ക കണ്ടു കഴിഞ്ഞാൽ അത് എത്ര വിലയാണെങ്കിലും ഞാൻ ഏട്ടോട് പറഞ്ഞിട്ട് കൂർക്ക മേടിച്ച് തരാൻ ഏട്ടാ ചോദിക്കും. 100 രൂപയായിരുന്നില്ല കിലോ, 100 രൂപയായിരുന്നു കേട്ടോ കിലോ. നമ്മൾ എങ്ങോട്ടോ തൃശ്ശൂർ പോയി വരുമ്പോൾ വഴിയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂർക്ക കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ പിടിച്ചാൽ കിട്ടില്ല. അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് കൂർക്ക മത്തിയിട്ടിട്ട് വയ്ക്കും. അതും ഇഷ്ടം കഴിഞ്ഞാൽ കൂർക്ക ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറും ഒരു ഉണക്കൽ വറുത്തതും കൂർക്ക ഉപ്പേരി, തുണ്ട് മാങ്ങച്ചാറ് നാരങ്ങച്ചാറുണ്ടെങ്കിൽ സുഭർഷം, വേറെ ഒന്നും വേണ്ടല്ലോ ചേട്ടാ. അങ്ങനെ ഈ പ്രാവശ്യം കൂർക്കുപ്പേരി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആ കൂർക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തൊലി ഇങ്ങനെ പോവും. അങ്ങനത്തെ കൂർക്കൊക്കെ ഇനി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞു. എന്നാൽ ഈ പ്രാവശ്യം കിട്ടിയ കൂർക്ക നമ്മുടെ കാച്ചനയുടെ ടേസ്റ്റും ഒക്കെ കൂടെ ഇപ്പം ചോറുണ്ണ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഓൾറെഡി കൂർക്കുപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിനായിട്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കൂർക്കുപ്പേരി ഇഷ്ടമുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന കൂർക്കുപ്പേരി കൂട്ടിയതിൻ്റെ ശേഷമാണ് ഇഷ്ടമായത്. അല്ല അറിയാട്ടോ. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ എല്ലാം വയ്ക്കാൻ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആകെ ചളി പിളി പോലെ ഇങ്ങനെ നല്ലോണം ഉടച്ചിട്ട് വേവിച്ചിട്ടുണ്ടാക്കുക. നമ്മൾ കൂർക്കുപ്പേരിനൊക്കെ ഇങ്ങനെ മണിമണിയായിട്ട് കിടക്കും, ഒന്നിനോട് ഒട്ടാണ്ട് ഇങ്ങനെ മണിമണിയായിട്ട് കിടക്കും. എന്നാൽ വേവും വേണം അങ്ങനെ കേട്ടോ.
അങ്ങനെ നമ്മൾ ഈ കൂർക്കുപ്പേരിയുടെ റെസിപ്പി ഞാൻ ചെയ്യണമല്ലോ, ഒരിക്കലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൂർക്കുപ്പേരിക്ക് ടേസ്റ്റ് കൊടുക്കുക എന്താണെന്നൊരു കടുകാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് വരിക. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ചട്ടി അടുപ്പത്തിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ചു കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുത്തിയ മുളക്, ഞങ്ങൾക്ക് എരിവ് നല്ല മധുരം വേണം, അങ്ങനെ ഞാൻ കുത്തിയ മുളക് അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ണോളെ ട്യൂഷൻ എടുക്കാൻ നിൽക്കുകയാണ്, അപ്പോഴാണ് ഈ ഡബ്ബി കേട്ടോ, അതാണ് ഡോറടയ്ക്കുന്ന ശബ്ദം, വണ്ടികളുടെ ശബ്ദമൊക്കെ കേട്ടോ. അങ്ങനെ ഈ ഒരു 3/4 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായി മൂത്ത് വരണം കേട്ടോ. ബസ് ഇപ്പം മുളക് പൊടി മൂക്കണേക്കാൾ മുന്നേ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടായില്ല. ഉപ്പേരി ആ ഒരു മുളകിൻ്റെ ഒരു ബ്രൗൺ കളറാവണം. എന്നിട്ട് നമ്മൾ ആ കൂർക്ക ഇട്ട് കൊടുത്ത് ആ കൂർക്കയിലെ വെള്ളം ഊറ്റി കളയരുത് കേട്ടോ, അത് ഈ കൂർക്കയിലിട്ട് വറ്റിക്കണം. അപ്പോഴാണ് ആ ഉപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ട് നമ്മുടെ കൂർക്കപ്പേരി ഇരിക്കണം. നോക്കിയൊക്കെ സത്യമായി ഈ ഒരു കൂർക്കപ്പേരിയിൽ നമുക്കൊരു അച്ചാറും ഒരു ഉണക്കലും കൂട്ടി വയറ് നിറയെ ചോറുണ്ടായിട്ട് നല്ല കുറുകരിയിൽ. അങ്ങനെ ഞാൻ ഈ ഒരു ചട്ടകം ചോറെടുത്തിട്ട് കുറച്ച് ചോറെടുത്തു, അരികിൽ ഈ കൂർക്കുപ്പേരി ഇട്ടിട്ട് ആ മിളകൊക്കെ ഒന്ന് പരട്ടി. അപ്പത്ത് കടുമാങ്ങ ഇട്ടിട്ട്, ഉണക്കമീനില്ല അപ്പോൾ കടുമാങ്ങ ഇരിക്കുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് മാത്രം കൂട്ടിയിട്ടായാലും നമുക്കൊരു ചോറുണ്ടാന്ന് പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, അങ്ങനെയായിട്ട് സത്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. അങ്ങനെയുള്ള ചോറ് ആസ്വദിച്ച് കഴിക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ചോറിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു വേറൊരു ഫുഡിനും ഇല്ലല്ലോ എന്നേട്ടാ. ചോറും കുറച്ച് ഉപ്പേരിയിൽ കൊടുക്കാം, അതങ്ങോട്ട് പരട്ടി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ. എൻ്റെ ഉണ്ണോള് രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോയതാട്ടോ. അത് 7 മണിക്ക് എല്ലാ ട്യൂഷനുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 7 മണി. ഇനി വീട്ടിൽ പോയിട്ട് പഠിക്കണ്ട, നമുക്ക് ഇനി കുളിച്ചിട്ട് TV കാണാം. ഓക്കെ, ആ പൂപ്പിലടയ്ക്ക് പോവാം. ബാഗ് കൂരി വെച്ചോ. അപ്പോൾ ഈ നമ്മുടെ പൊന്നിന് ചോറ് ഇട്ട് കൊടുക്കണം. പൊന്നു കഴിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നു അമ്മ ഒരു ഉരുളത്തായിരുന്നു, അത് അമ്മമാർ ഇട്ട് കൊടുക്കുന്ന ചോറിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാകാൻ തോന്നിയിട്ടുണ്ടല്ലോ. അതിനാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പറയണ്ടല്ലോ, അതൊക്കെ അറിയാം. രാവിലെ അയച്ചു വെള്ളയപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പാൻ കേക്കിനുള്ള പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരപ്പാൽ, ഒന്നാം പാല്, 2ാം പാല്. നമ്മൾ ചിക്കൻ ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് കൊടുക്കാൻ വെള്ളയപ്പം ചിക്കൻ ഇഷ്ടമാണ് വേണ്ടതെന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് നോക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ ഉള്ള സ്കൂളിലേക്കുള്ള ഫുഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് രാവിലെ പറഞ്ഞില്ലേ ചിക്കൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാണ്. കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അത് വാടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ വെജിറ്റബിളായ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലയിലിട്ടൊന്ന് ഇളക്കണം കേട്ടോ. എനിക്ക് പട്ടയും ഗ്രാമൊന്നും അങ്ങനെ ഇടുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചിട്ട് ഇട്ടിരിക്കണം കേട്ടോ ഗരം മസാല പൊടി. ഇങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ, ഭയങ്കര ടേസ്റ്റ്. അതുപോലെ പച്ചമുളക് ഇട്ട് ഒരു 5-8 പച്ചമുളക് ചീന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2ാം പാലാണ് കേട്ടോ ഒഴിച്ചത്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കഷ്ണങ്ങളും ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവണമായിരിക്കും ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഇളക്കി നോക്കിയാൽ ഉപ്പ് എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എരിവ് കുറവായി കാരണം 3 പച്ചമുളക് വീണ്ടും ഞാൻ ചീന്തിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ 1ാം പാൽ ഒഴിച്ചിട്ട് നമ്മളത് മൂടി വെച്ചു കേട്ടോ. ഇന്ന് ഞാൻ ഒരുപാട് കട്ടിയിലല്ല കേട്ടോ, ഇങ്ങനെ കട്ടി കുറച്ചിട്ടാണ് കേട്ടോ ചിക്കൻ ഇഷ്ടമുണ്ടാക്കി. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതിൽ മറക്കാണ്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പറയാൻ മറന്നു, 1ാം പാലിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി, ഈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വെള്ളയപ്പാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. വെള്ളയപ്പം ഇങ്ങനെ 3 ചീന്തി ഇട്ടു, കുഞ്ഞ് വെള്ളയപ്പാട്ടോ. അപ്പോൾ 3 ചീന്തി ഇട്ടു. പിന്നെ അവർക്ക് ഒരുപാട് ചിക്കൻ്റെ ആവശ്യമില്ല, അവർക്ക് കൂടുതലും ഇഷ്ടം ഈ ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് പാക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തേക്കുന്നത് പാൻ കേക്കാണ് കേട്ടോ. പാൻ കേക്കും 3 ബിസ്ക്കറ്റ് ഇടാം. എനിക്കറിയാം അവർ പാൻ കേക്ക് ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് തിന്നില്ല എനിക്കറിയാം. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തത് എന്താ വെച്ചാൽ അവർക്ക് ആ നേരത്ത് വേറൊന്നും എൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് ഇല്ല, ഒന്നും എൻ്റെ കയ്യിലില്ല, നട്ട്സൊക്കെ കഴിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ മൂകാംബിയെ പോകുമ്പോൾ ഷെബി മേടിച്ച് വെച്ച ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ 3 വെച്ചത് കേട്ടോ. സത്യം എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാലും ചില നേരങ്ങളിൽ അവരുടെ ഇഷ്ടം കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ, അത്രേ ഉള്ളൂ.
അങ്ങനെ നീ കുണുക്കൻ ഞാൻ കുണുക്കൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. കുണിക്കിൻ്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കുമ്പോൾ കുണുക്കൻ ഫുഡ് വാരി വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ണുകളേനൊക്കെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതു വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു നഷ്ടം എന്താ വെച്ചാൽ ആകെ ഉണ്ടായിരുന്ന ഒരു ചെരുപ്പ് അവിടെ മറന്നു വെച്ച് പോകുന്നു. എന്താ വെച്ചാൽ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ആരോ സെൽഫി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നേട്ടനോട് പറഞ്ഞു ചെരുപ്പ് ഇട്ടോട്ട് ഉണ്ണിയെന്ന് പറഞ്ഞു. ഞാൻ ഈ അമ്പലത്തിൽ വരുമ്പോൾ ചെരുപ്പ് കാറിൽ ഊരിയിടാറ്. ആ ഒരു ഓർമ്മയിൽ ചെരുപ്പ് ഇടാണ്ട് വന്നു ഹോള്. അപ്പോൾ ചെരുപ്പിടില്ല. വീട്ടിലെത്തിയിട്ട് അന്വേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്വേട്ടൻ എല്ലാവരുടെ അടുത്തേക്ക് എത്തും. അല്ലേട്ടാ നോക്കിയിട്ടൊന്നല്ല, ടിക്കറ്റ് നോക്കിയിട്ടൊന്നുമല്ല. പക്ഷെ പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ അവര് അന്വേട്ടൻ്റെ അടുത്തേക്ക് വരും. അന്വേട്ടനെ കാണുമ്പോഴേക്കും ഇവിടെ വരും അവരുടെ അടുത്തേക്ക് 2-3 ആൾക്കാർ. എന്നിട്ട് അവരെല്ലാവരും വന്നാലും അന്വേട്ടൻ അവരിതൊക്കെ എടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങളെ അറിയണോ ചേച്ചി തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചി വന്നു, നിങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കും, ഞാൻ വീഡിയോയിൽ കാണാൻ എല്ലാവരും എടുക്കൂലേ. നമ്മളോണ്ട് പറ്റും, നമുക്കൊന്നും പറ്റിയിട്ടില്ല, എന്നാലും നമ്മളോണ്ട് ഞങ്ങളങ്ങനെ രാവിലെ ഉണ്ണോൾക്ക് വെള്ളയപ്പം ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയതും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ മരം മുറിക്കുന്നതിൻ്റെ ശബ്ദമുണ്ട്. ഓക്കെ കുണക്ക് എന്തിനാ എന്താണ് എനിക്ക് നാളെ വെള്ളയപ്പം ഇഷ്ടം മതി കേട്ടോ. ചേച്ചി ഇഷ്ടം അതെന്ത് ഇഷ്ടാ ശരിക്കും രണ്ടിപ്പരിപ്പ മുന്തിരി നെയ്യ് ഒന്നുമില്ല കേട്ടാ. ശരിക്കും രസമുണ്ടോ? ഗ്രേവി വേണം. പൂമരം മുറിക്കണ്ടോ? അവിടെ എന്തെങ്കിലും അച്ഛനും മോനും എല്ലാം എടുത്ത് പണിക്കാരും വല്ല ശബ്ദം കേട്ടാലും പിന്നെ ഇവരുടെ ശ്രദ്ധ അവിടെ ഒന്നും ഉണ്ടാവില്ല ചേട്ടാ. അത് അച്ഛനും എങ്ങനെയാണ് മോനും എങ്ങനെയാണ്. ഞങ്ങൾക്ക് രാത്രി ബ്രേക്ക്ഫാസ്റ്റ് നിരോധനമാണ്. പക്ഷേ ഇന്ന് ഇത് കണ്ടപ്പോൾ ഒരു അപ്പം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ബാക്കി മാവിനെ ഉണ്ണോൾക്ക് ഞാൻ കാർത്തു വരുമെന്ന് വെച്ചു രാവിലെ. അപ്പം അവർക്ക് ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ടേസ്റ്റോ എനിക്കിഷ്ടായിട്ടാ. മറ്റേ 25-ാം തീയതി ഒരു പ്രത്യേക ദിവസമാട്ടാ. ഞങ്ങളെല്ലാവരും മറന്നു, പക്ഷെ ഒരാളാണ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചത് കേട്ടാ. എല്ലാവരും മറന്നു എൻ്റെ പിറന്നാൾ. എല്ലാവരും അനേട്ടൻ മറന്നു, ഞാൻ മറന്നു, എല്ലാവരും മറന്നു. പക്ഷെ ഒരാൾ എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചു. 25-ാം തീയതി പിറന്നാളാണെന്ന്. അപ്പൊ സന്തോഷായി. അങ്ങനത്തെ അതിന് വേണ്ട നമുക്ക് കളർ തോന്നാണ് മേടിക്കാം. ചിക്കൻ പക്ഷെ വെളുത്തിട്ട് എനിക്ക് രസമുണ്ട്. ഉച്ചത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തുണ്ടാക്കുന്ന ആലോചിക്കുന്നു. തിളപ്പിച്ചൊരു ചോറ് ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കാം. പയറ് നന്നാക്കിയിരിക്കുന്നു. നല്ല ക്രീമി ടേസ്റ്റ് ഇട്ട്. ആ ക്രീമി ടേസ്റ്റിനാണ് നമ്മൾ തരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ക്രീമിൻ്റെ നാളികേരപ്പാൽ കൊണ്ട് ഉണ്ടാക്കണ വെച്ചാലും നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ തരി പഞ്ചസാര ഇട്ട് കൊടുത്തത്. നല്ല എരിവുണ്ട് കേട്ടോ. ഏതില്
എങ്ങനെ ചേർന്നാ ആയോ ടേസ്റ്റ്. ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിട്ടേ കാർത്തൂര് വെച്ചിട്ട് പോയതാ. വഴിയിൽ പോണ വഴിക്ക് ഒരു വെള്ളയപ്പത്തിനുണ്ട്. ഇത് ആദ്യം ചൂടോടക്കണ വെച്ച മാവ അതൊന്നും ഉരുണ്ടതാ. കാർത്തൂന് വരാൻ കഴിഞ്ഞാൽ പാൻ കേക്കൊക്കെ ഉണ്ടാക്കിയാണ് വെച്ചു. ഒന്നും ബിരിയാണിക്കില്ല വണ്ടി പഞ്ചറായില്ലേ. നിങ്ങളുണ്ടാക്കുമ്പോ ചിക്കൻ ആണെങ്കിൽ നല്ല രസാട്ടാ. ചിക്കൻ നല്ല എല്ലാവരും വെജിറ്റബിൾ കുറുമയില് 2 പച്ചമുളക് ഇടണുള്ളൂ. അതെങ്ങനെ ശരിയാവണെന്ന് അറിയില്ല. വെജിറ്റബിൾ കുറുമേല വെജിറ്റബിൾ ചിക്കൻ കുറുമയിലായാലും 2 പച്ചമുളക് ഇടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ഇതായാലും കറക്റ്റ് അല്ല. ഉണ്ണികൾക്ക് വെള്ളയപ്പം ഉണ്ടാക്കി പിടിക്കണ്ട. കുറച്ച് ചോറ് പാത്രത്തിൽ പിടിക്കാണ്ട്. ഞാൻ തിളപ്പിച്ചുട്ടിയതല്ലേ രാത്രി നോക്കിയാ കുഴപ്പമില്ല. അതിന് നോക്കിക്കോ. ഇവരൊക്കെ വേണ്ട എനിക്ക് വേണ്ട. ചിക്കൻ വറുത്തൊക്കെ ഉണ്ടാവുമ്പോ അവന് ഇഷ്ടാവും. ചിക്കൻ വറുത്തൊന്ന് ചൂടാക്കി. അയ്യോ ഓക്കെ പറയണ്ട ഇങ്ങോട്ട് വാ. എവിടേക്ക് ഒക്കെ വന്ന് പോണ ഇതിനാ ടേസ്റ്റോടെ ഞാൻ തിന്നു പോയതാ. അങ്ങനെ ഞങ്ങൾ വെള്ളയപ്പം ഒരു കൊതിക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡിനുള്ള പയറുപ്പീര് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ചുവന്ന ഉള്ളി വെളുത്തുള്ളി ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു, കുത്തിയമുളക് ഇട്ടു. പിന്നെ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ ഈ പയറുപ്പീര് ഇന്നലെ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ കുറച്ചുണ്ടായിരുന്നു, അതിലിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മഞ്ഞപ്പൊടി ഒന്നും ഇടാൻ നിന്നില്ല. എന്താ വെച്ചാൽ ഓൾറെഡി ആ എണ്ണയിൽ മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ഉപ്പിട്ടിട്ട് അത് മൂടി വെച്ച് ഞാൻ പച്ചപ്പയർ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ആവിയിലെടുക്കാറ് പതിവ് കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുള്ളൂ. വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ ആ പയറിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ആവുമ്പോൾ ഞാൻ ചട്ടിയിലിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് ആ ചൂടിൽ ഇങ്ങനെ പതുക്കെ വേവിച്ചെടുക്കാൻ പതിവ് കേട്ടോ. അങ്ങനെ ഉപ്പേരിയൊക്കെ ആയതിൻ്റെ ശേഷം നമ്മൾ അടുക്കള തുടയ്ക്കുന്നതാണ് കാണട്ടെ. എന്നും സോപ്പിട്ട് തേച്ച് ഈ പാതിമുറൊക്കെ ഞാൻ തുടച്ചിടും കേട്ടോ. എന്നാലേക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുണുക്കിനി കൊണ്ടുവരാൻ പോകാം കേട്ടോ. അപ്പോൾ ദേ ട്യൂഷനൊക്കെ വിട്ട് സ്കൂൾ വിട്ട് വന്നോളൂ. ഞാൻ ട്യൂഷന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ട്യൂഷൻ സമയം എത്ര മണിയും 3:15 കേട്ടോ. അപ്പോൾ ഞാൻ സമയം 3:05 ട്യൂഷൻ്റെ വീടെത്തും. അപ്പോൾ അവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തൈരും ചോറും കുറച്ച് പയറുപ്പേരും ഇന്നലത്തെ കൂർക്കുപ്പേരും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ച് വീട്ടിൽ വന്നിട്ട് പോവാനുള്ള നേരമില്ല. വീട്ടിൽ വന്നാൽ അവർ അങ്ങോട്ട് കളിക്കും ഇങ്ങോട്ട് കളിച്ച് ഓടിയിട്ടേ ഭക്ഷണം കഴിക്കില്ല, ഒന്നുമില്ല. അപ്പോൾ ഫുള്ളും ഇവർക്കൊക്കെ ചോറ് കൊടുക്കണം. നല്ല സ്നേഹത്തിൽ നല്ല കുട്ടി വേണ്ടാന്ന് പറയേയില്ല. ഉച്ചക്ക് ചോറിന് ഇട്ടില്ല. പരമാവധി പോണെങ്കിൽ അങ്ങനെയൊക്കെ പോട്ടെ വെച്ചിട്ട് തട്ടിവിടലാണ് കേട്ടോ. നോക്കാ എത്ര ഫുഡ് കഴിച്ചതാ. കുപ്പി പിടിച്ചോ. മുതിരപ്പേരി കഴിച്ചിട്ട് എത്ര ദിവസമായി? നാളെ വെക്കണം. അപ്പോഴേക്കും ഇപ്പൊ പച്ചക്കറി ഉപ്പേരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മതിയാ കുറച്ചും കൂടി കഴിക്കോക്കളെ. അല്ല അവിടെ ശരിക്കും കഴിച്ചാണ്. കുണുക്കൻ മടിയാ. എന്താ കഴിക്കാത്തവനാ? കുണുക്കന് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിട്ട്. എന്താ കാര്യം കഴിച്ചേന്ന് കൂട്ടിയ തടിയൊക്കെ കുറഞ്ഞു. ആകെ കുഞ്ഞൊരു പാത്രത്തിൽ കുറച്ച് ചോറെടുത്തത്, അത് തന്നെ ബാക്കി. അപ്പൊ മുഴുവൻ അങ്ങനെ പകുതി എടുത്തത്.
കഴിക്ക്, 2 വയടും കഴിക്കേ കൊടുക്കാ. ഇപ്പൊ മോൻ ജയിച്ചു. ഇവിടെ നീ കഴിച്ചിട്ട് ചേട്ടാ എത്ര വായ കഴിച്ചിട്ടാ?